നമസ്കാരം. M5 ന്യൂസ് at 50ലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുൻ MLA PV അൻവറിന്റെ ഇമ്പാക്ട് ഇല്ലെന്ന CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ. അൻവർ പോകുമ്പോൾ പാർട്ടിയാകെ ഒലിച്ചു പോകുമെന്നായിരുന്നല്ലോ പറഞ്ഞതെന്നും ഒരു പോറൽ പോലും ഏറ്റില്ലെന്നത് കാലം തെളിയിച്ചെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതികരിച്ച് മുൻ MLA PV അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജൂൺ 23 വോട്ടെണ്ണുമ്പോൾ UDFന് ജോയ്ഫുൾ ഡേ ആയിരിക്കുമെന്ന PV അൻവർ. ചെറുപുഴയിൽ 8 വയസ്സുകാരിയെ പിതാവ് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങി പോലീസ്. പിണങ്ങിപ്പോയ ഭാര്യയെ തിരിച്ചെത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോ ചിത്രീകരിച്ചത് എന്ന മൊഴിയാണ് പോലീസിനോട് ജോസ് ആവർത്തിച്ചത്. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പാമ്പാടും പാറയിൽ മരം വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അതിഥി തൊഴിലാളിയായ യുവതി മരിച്ചു. മധ്യപ്രദേശ് സ്വദേശിനിയായ മാലതിയാണ് മരിച്ചത്. തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഇടുക്കിയിൽ കനത്ത മഴയെ തുടർന്ന് മലങ്കര ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നു. 6 ഷട്ടറുകളിൽ 5 എണ്ണമാണ് മുന്നറിയിപ്പില്ലാതെ തുറന്നത്. ഇതോടെ തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. പത്തനംതിട്ടയിൽ പുരുഷ ഹോംനേഴ്സ് ക്രൂരമായി മർദ്ദിച്ച വയോധികൻ മരിച്ചു. തട്ട പറപ്പട്ടി സന്തോഷ് ഭവനത്തിൽ ശശീന്ദ്രൻ പിള്ളയാണ് മരിച്ചത്. പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ജൂൺ 19 ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. ജൂൺ 23 വോട്ടെണ്ണൽ. PV അൻവർ രാജിവെച്ചതിനെ തുടർന്ന് വന്ന ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കടപുഴകി വീണ കൂറ്റൻ ആഞ്ഞിലമരത്തിനും വൈദ്യുതി പോസ്റ്റിനുമിടയിൽ കുടുങ്ങിയ കാറിൽ നിന്ന് CR മഹേഷ് MLA രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഇന്നലെ വൈകിട്ട് 6:30 തഴവ മണപ്പള്ളി തെക്ക് തണ്ണക്കര മുക്കിന് സമീപമാണ് സംഭവം നടന്നത്. LDF സർക്കാരിനെതിരായ വികാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. UDF 101% വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട MSC എൽസ 3 കപ്പൽ പൂർണ്ണമായും മുങ്ങി. കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ മുഴുവനായും കടലിൽ പതിച്ചു. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെങ്കിലും BJPയുടെ പ്രധാന ഫോക്കസ് തദ്ദേശ തെരഞ്ഞെടുപ്പാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. BJP കോർ കമ്മിറ്റി യോഗം ചേർന്ന് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയ കുതിപ്പ് സൃഷ്ടിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വലിയ വിജയം ഇടതുമുന്നണിക്ക് നേടാൻ കഴിയും. കേരളം കാത്തിരുന്ന പ്രഖ്യാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊച്ചി തീരത്തിനടുത്ത് അറബിക്കടലിൽ ചരിഞ്ഞ ചരക്ക് കപ്പലിൽ നിന്നുള്ള വസ്തുക്കൾ എന്ന് തോന്നുന്നവ തീരത്തടിഞ്ഞത് കണ്ടാൽ ദയവായി തുടരുതെന്ന് വീണ്ടും മുന്നറിയിപ്പ്. അടുത്തു പോകരുതെന്നും അപ്പോൾ തന്നെ 112 അറിയിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സർക്കാരിന് ജനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഏറ്റുവാങ്ങുവാനുള്ള അവസരമായിരിക്കുമെന്ന് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പാസ് മാർക്ക് പോലും സർക്കാരിന് ലഭിക്കില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് സുവർണ അവസരം വന്നിരിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലമ്പൂരിൽ LDF ജയിക്കുവാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ദിവസങ്ങൾ കുറഞ്ഞതൊന്നും പ്രശ്നമല്ലെന്നും ബാക്കിയെല്ലാം ഉത്തരവാദിത്തപ്പെട്ട LDF നേതാക്കൾ പറയുമെന്നും മന്ത്രി. തൃശൂർ ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുകളിൽ മരം വീണു. ജാംനഗറിൽ നിന്നും തിരുനെൽവേലിയിലേക്ക് പോകുന്ന ട്രെയിനിന് മുകളിലാണ് മരം വീണത്. രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. ഡൽഹിയിൽ ഇന്ന് പുലർച്ചെ പെയ്ത കനത്ത മഴയിൽ നിരവധി സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട്. മോത്തി ബാഗ്, മിന്റോ റോഡ്, എയർപോർട്ട് ടെർമിനൽ 1 തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അതിരൂക്ഷമായ വെള്ളക്കെട്ടുള്ളത്. മിന്റോ റോഡിലെ വെള്ളക്കെട്ടിൽ ഒരു കാർ മുങ്ങിപ്പോയി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന നീതി ആയോഗ് യോഗത്തിൽ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ചത് നിരവധി ആവശ്യങ്ങൾ. തമിഴ്നാട്, തെലങ്കാന, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് മുഖ്യമന്ത്രിമാരാണ് ഫണ്ടുകൾ, ഫെഡറലിസം, കേന്ദ്ര നികുതി തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ അഭിപ്രായം പങ്കുവച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ പങ്കാളികൾക്കെതിരെ വിവാദ പരാമർശവുമായി BJP രാജ്യസഭാ MP. ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരുടെ ജീവന് വേണ്ടി അപേക്ഷിക്കുന്നതിന് പകരം തീവ്രവാദികളോട് പോരാടണമായിരുന്നു എന്ന BJP രാജ്യസഭാ MP രാംചന്ദ്ര ജംഗ്ര പറഞ്ഞു. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുവാനുള്ള വികസന നയരേഖകൾക്ക് സംസ്ഥാനങ്ങൾ രൂപം നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദില്ലിയിൽ 10ാമത് നീതി ആയോഗ് യോഗത്തിലാണ് പ്രധാനമന്ത്രി ഈ നിർദ്ദേശം വെച്ചത്. UN രക്ഷാസമിതിയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് ഇന്ത്യൻ മണ്ണിലേക്ക് കടന്നു കയറി ഭീകരാക്രമണം നടത്തുന്ന പാകിസ്ഥാന് ആഗോള സുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സുകളിൽ പങ്കെടുക്കാൻ പോലും അർഹതയില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് വിശദീകരിക്കുവാനുള്ള ശശി തരൂർ നയിക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘം അമേരിക്കയിലെത്തി. ന്യൂയോർക്കിൽ 9/11 സ്മാരകം സന്ദർശിച്ച് സംഘം ആദരാഞ്ജലി അർപ്പിച്ചു. ഭീകരവാദത്തിനെതിരെ ലോകം ഒന്നിച്ചു നിൽക്കുന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് 9/11 സ്മാരകമെന്ന് ശശി തരൂർ പറഞ്ഞു.
കൗമാര ബന്ധങ്ങൾ പോക്സോ നിയമത്തിൽ കുറ്റകരമല്ലാതാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. BSFനെയും ഇന്ത്യൻ നാവികസേനയെയും കുറിച്ചുള്ള തന്ത്രപ്രധാന വിവരങ്ങൾ പാകിസ്ഥാൻ ചാരനുമായി പങ്കുവച്ചതിന് ഗുജറാത്ത് കച്ചിയിൽ നിന്നും കരാർ ആരോഗ്യ പ്രവർത്തകനെ ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തതായി ATS ഉദ്യോഗസ്ഥർ അറിയിച്ചു. തമിഴ്നാട് നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂരിൽ മലവെള്ളപ്പാച്ചിലിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളായ മലയാളികളെ സാഹസികമായി രക്ഷപ്പെടുത്തി. ഓവേലിപ്പുഴ വാഹനത്തിൽ മുറിച്ചു കടക്കുന്നതിനിടെയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ കുടുങ്ങിയത്. ഇന്നലെ രാത്രി 11ഓടെ വാഹനത്തിൽ കുടുങ്ങിയവരെ പുലർച്ചെ 3:30 മണിയോടെയാണ് രക്ഷപ്പെടുത്തിയത്. മുന്നറിയിപ്പില്ലാതെ മലങ്കര ഡാമിന്റെ ഷട്ടർ ഉയർത്തിയെന്നത് തെറ്റായ പ്രചാരണമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇത്തരം വിഷയങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതുമധ്യത്തിൽ സൈലൻസറിൽ നിന്ന് തീ പുറപ്പെടുവിച്ച് ഭീതി സൃഷ്ടിച്ച യുവാവിനെതിരെ നടപടി. മലപ്പുറം നിലമ്പൂരിലാണ് സംഭവം. വണ്ടൂർ പുളിക്കൽ സ്വദേശിയായ യുവാവിൻ്റെതാണ് തീ തുപ്പുന്ന കാർ. വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ ജയിലിൽ ജീവനൊടുക്കാൻ ശ്രമിച്ചു. ശുചിമുറിയിൽ തൂങ്ങി മരിക്കാനാണ് ഇയാൾ ശ്രമിച്ചത്. ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം നടന്നത്. ജയിലിൽ ജീവനൊടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ നില അതീവ ഗുരുതരം. നിലവിൽ മെഡിക്കൽ കോളേജ് MICUവിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അഫാൻ ജീവൻ നിലനിർത്തുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ CPIMന്റെ നേതൃയോഗം ആരംഭിച്ചു. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ധാരണായോഗം ചർച്ച ചെയ്യും. CPIM മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് നേതൃയോഗം ചേരുന്നത്. വീട്ടിലെ വളർത്തുനായയുടെ കടിയേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. പാലക്കാട് കൊങ്ങാടാണ് സംഭവം. കുരിക്കൻപടി കയറാങ്കാട് സ്വദേശി അപ്പുക്കുട്ടനാണ് മരിച്ചത്. തൃശ്ശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട MSC എൽസ 3 കപ്പലിലെ ജീവനക്കാരെ സുരക്ഷിതമായി കരയിലെത്തിച്ചു. ആദ്യം രക്ഷിച്ച 21 ജീവനക്കാരെയാണ് സുരക്ഷിതമായി കരയിലെത്തിച്ചത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ആശുപത്രികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് മന്ത്രി വ്യക്തമാക്കി. എറണാകുളം പനമ്പള്ളി നഗറിൽ ഫ്ളാറ്റിന്റെ പില്ലർ തകർന്നു. പില്ലർ തകർന്ന ഫ്ളാറ്റ് ടവറിൽ 24 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇവരെ ഇവിടെ നിന്ന് മാറ്റി പനമ്പള്ളി നഗറിലെ RDS അവന്യൂ 1 എന്ന ഫ്ളാറ്റിന്റെ ഒരു പില്ലറാണ് തകർന്നത്. തെലങ്കാനയിൽ നടന്നുവരുന്ന മിസ് വേൾഡ് മത്സരത്തിൽ നിന്ന് പിന്മാറി മിസ് ഇംഗ്ലണ്ട്. സംഘാടകർക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചാണ് മിസ് ഇംഗ്ലണ്ട് മത്സരത്തിൽ നിന്ന് പിന്മാറി നാട്ടിലേക്ക് മടങ്ങിയത്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഡോക്ടറുടെ 10 കുട്ടികളിൽ 9 പേർ കൊല്ലപ്പെട്ടു. നസർ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ അല അൽ നജാറിന്റെ 9 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. പാകിസ്ഥാനിലെ ഭീകരത തുറന്നുകാട്ടി ലോകത്തെ ഒപ്പം നിർത്തുവാനുള്ള ഇന്ത്യയുടെ ശ്രമം കൂടുതൽ ശക്തമാക്കി. ഇതിന്റെ ഭാഗമായി കൂടുതൽ നയതന്ത്ര ചർച്ചകളുമായി മുൻപോട്ട് പോകാനാണ് ഇന്ത്യയുടെ തീരുമാനം. വടക്കൻ കൊറിയയിൽ ഭീമൻ യുദ്ധക്കപ്പൽ വെള്ളത്തിലിറക്കിയ ദിവസം തന്നെ ഉണ്ടായ വൻ അപകടത്തിൽ കടുത്ത നടപടിയുമായി അധികൃതർ. അപകടത്തിന് ഉത്തരവാദികളായ ഷിപ്പ്യാർഡ് ജീവനക്കാരെ കസ്റ്റഡിയിലെടുത്തതായി ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. IPLൽ വീണ്ടും മോശം അമ്പയറിംഗ് വിവാദമാകുന്നു. പുതിയ സാങ്കേതിക വിദ്യകൾ പലതും IPLൽ നടപ്പിലാക്കി കഴിഞ്ഞിട്ടും അമ്പയറിംഗിലെ പിഴവുകൾ തുടരുകയാണ്. പ്ലേ ഓഫ് മത്സരങ്ങൾ ആരംഭിക്കാനിരിക്കെ ബംഗളൂരുവിന് ആശ്വാസമായി അവരുടെ സ്ട്രൈക്ക് ബൗളർ ജോഷ് ഹെസൽവുഡ് മടങ്ങിയെത്തി. ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിനുള്ള തയ്യാറെടുപ്പിനായി ബാക്കി മത്സരങ്ങളിൽ പങ്കെടുക്കില്ല എന്ന റിപ്പോർട്ടുകൾ വന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച രോഹിത് ശർമ്മയ്ക്ക് പകരം യുവതാരം ശുഭ്മൻ ഗില്ലിനെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റനായി തെരഞ്ഞെടുത്തു. ജസ്പ്രീത് ബുംറ, KL രാഹുൽ തുടങ്ങി പരിചയസമ്പന്നരായ താരങ്ങളെ മറികടന്നുകൊണ്ടാണ് BCCI ഗില്ലിനെ നായകനായി പ്രഖ്യാപിച്ചത്. സ്റ്റെഡ് ഡി റിംസിനെ എതിരില്ലാതെ 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് പാരീസ് സെന്റ് ജർമ്മൻ ഫ്രഞ്ച് കപ്പ് ജേതാക്കളായി. ഇതോടെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിനുള്ള മികച്ച തയ്യാറെടുപ്പാണ് PSG-ക്ക് ലഭിച്ചിരിക്കുന്നത്. മേജർ ലീഗ് സോക്കറിൽ ഫിലാഡൽഫിയയോട് സമനില പിടിച്ച ഇന്റർ മയാമി മത്സരത്തിന്റെ 87 മിനിറ്റ് വരെയും 3-1 പിന്നിൽ നിന്ന ശേഷമാണ് ഇന്റർ മയാമി ശക്തമായി തിരിച്ചു വന്നത്. മണിരത്നം കമൽഹാസൻ ടീമിന്റെ തഗ് ലൈഫ് എന്ന സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്. സിംബുവും ചിത്രത്തിന്റെ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. പലരും തന്നെ വെച്ച് സിനിമയെടുക്കുവാൻ മടിച്ചിരുന്നപ്പോഴും സിനിമ ഇല്ലാതിരുന്ന സമയത്തും മണിരത്നം തന്നെ തേടി വന്നുവെന്ന് പറയുകയാണ് സിംബു. 15 വർഷത്തിന് ശേഷം ഇറാനിയൻ ചലച്ചിത്ര സംവിധായകൻ ജാഫർ പനാഹി കാൻ ചലച്ചിത്രമേളയിൽ എത്തിയത് വലിയ വാർത്തയായിരുന്നു. രാഷ്ട്രീയ തടവുകാർ അവരെ തടവിലിട്ടവരോട് പ്രതികാരം ചെയ്യാനെത്തുന്ന കഥ പറഞ്ഞ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് എന്ന ഇദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് കാനിൽ പാം ദോർ പുരസ്കാരം ലഭിച്ചു. ശിവകാർത്തികേയന്റെ പരാശക്തിയും ദളപതി വിജയുടെ ജനനായകനും പൊങ്കൽ റിലീസായി എത്തുമെന്ന വാർത്തകൾ പുറത്ത്. എന്നാൽ ജനനായകനുമായി പരാശക്തി ക്ലാഷിനെത്തുമെന്ന അഭ്യൂഹങ്ങൾ തള്ളിക്കളയുകയാണ് സംവിധായകൻ സുധാ കൊങ്കര. പരാശക്തിയുടെ ഷൂട്ടിംഗ് ഇപ്പോഴും പൂർത്തിയാക്കിയിട്ടില്ലെന്ന് പറഞ്ഞ സുധ ചിത്രത്തിന്റെ
റിലീസിംഗ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല. നടൻ കാർത്തി നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം വാ വാത്തിയാറിന്റെ പുതിയ പോസ്റ്റർ റിലീസ് ചെയ്തു. കാർത്തികയുടെ പിറന്നാളിനോടനുബന്ധിച്ചാണ് സ്പെഷ്യൽ പോസ്റ്റർ റിലീസ് ചെയ്തിരിക്കുന്നത്. പ്രഭാസിന്റെ അടുത്ത ചിത്രമായ സ്പിരിറ്റിനെ സംബന്ധിച്ച ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. നായികയായി നിശ്ചയിച്ചിരുന്ന ദീപിക പദുക്കോൺ പല ഡിമാൻഡുകൾ വെച്ചതോടെ ചിത്രത്തിൽ നിന്നും പുറത്തായി. പകരം മറ്റൊരു നായികയെ നിശ്ചയിച്ചിരിക്കുകയാണ് ഇപ്പോൾ. മലയാള സിനിമാ ചലച്ചിത്ര താരം ഫഹദ് ഫാസിലിന്റെ ചിത്രങ്ങൾ ഏറെ ഇഷ്ടമാണെന്നും നടനോടൊപ്പം അഭിനയിക്കുവാൻ ആഗ്രഹമുണ്ടെന്നും ആലിയ ഭട്ട്. കാൻ ചലച്ചിത്രമേളയിലാണ് ആലിയ ഭട്ട് ഒരു ഇന്റർവ്യൂവിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇതോടുകൂടി M5 News at 50 ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.